കേരളത്തെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ശ്വാസം മുട്ടിച്ച് ഞെക്കിക്കൊല്ലാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നു. ഈ 3 മാസം ഏറ്റവും കൂടുതൽ പദ്ധതി ഇനത്തിലും അല്ലാതെയുമൊക്കെ പണം ചെലവഴിക്കേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് കേരളം പ്രതീക്ഷിച്ചത് 7000 കോടി രൂപയോളം കടമെടുപ്പ് പരിധിയിൽ എടുക്കാം എന്നായിരുന്നു. എന്നാൽ അത് ക്രൂരമായിട്ട് വെട്ടിക്കുറച്ചിട്ട് ന്യായമായ ഒരു കാരണവും നിരത്താതെ അത് വെറും 1838 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു കടമെടുപ്പ് പരിധി. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ, ശമ്പളം കൊടുക്കുക, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇതിനെയെല്ലാം ഇത് ബാധിക്കാൻ പോവുകയാണ്. കേന്ദ്രത്തിന് കേരളം കത്തയച്ചു. പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അയവ് വരുത്തണം, നിയമപരമായിട്ട് കിട്ടാനുള്ള പൈസ കേരളത്തിന് തരണം, കടമെടുപ്പ് പരിധി ന്യായമായിട്ട് നിശ്ചയിക്കണം എന്നെല്ലാം പലതവണ പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ള തുക, അതിൻ്റെ കണക്കുകളൊക്കെ ഞങ്ങൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര ആയിരം കോടി രൂപയാണ്. അത് ആവർത്തിക്കുന്നില്ല, പലതവണ ഇത് പറഞ്ഞു മടുത്തു. എത്ര ആയിരം കോടിയാണ് കിട്ടേണ്ടത് എന്നുള്ളത്. ഒരു കാര്യം ഇവിടെ പറയാം. കഴിഞ്ഞ ദിവസം വന്ന കണക്കിൽ നെല്ല് സംഭരണത്തിൽ കേരളം നെല്ല് സംഭരിച്ചിട്ട് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അരി, ഇതിൻ്റെ ഇനത്തിൽ കേന്ദ്ര കുടിശ്ശിക 2000 കോടിക്ക് മുകളിലാണ്. 2000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ആ പൈസ തരുന്നില്ല. ആ പൈസ പോലും കേരളം നെൽകർഷകർക്ക് കൊടുത്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് കുട്ടനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നുമൊക്കെ നെല്ലറകളിൽ നിന്നും നെല്ല് സംഭരിച്ചിട്ട് കേന്ദ്രം തരേണ്ട പൈസ അഡ്വാൻസ് ആയിട്ട് കേരളത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് കൊടുത്തിട്ട് അതിൻ്റെ കണക്ക് കേന്ദ്രത്തിന് കൊടുത്തിട്ട് ഒരു 6 മാസം കൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം ഇവിടേക്ക് തരേണ്ടത്. 6 മാസം സംസ്ഥാനമാണ് അതിൻ്റെ ധനസമ്പാദനം ചെയ്തിട്ട് നെൽകർഷകർക്ക് ആ പൈസ കൊടുക്കുന്നത്. 6 മാസം പോയിട്ട് 1 കൊല്ലമായി 2 കൊല്ലമായിട്ടും ഈ നെൽകർഷകർക്കുള്ള കുടിശ്ശിക കേരളത്തിന് തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴേ 2000 കോടി രൂപ അത് കിട്ടിയാൽ തന്നെ എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെൻറ്റിനെ പല സോഴ്സുകളിൽ നിന്ന് വരുമാനം കണ്ടെത്തിയിട്ട് കിഫ്ബി ആവട്ടെ എന്തുമാവട്ടെ എങ്ങനെ മുക്കി കൊല്ലാം, വീണ്ടും ഞെരുക്കാം. നിങ്ങളുടെ നാട്ടിൽ വികസനമൊന്നും വേണ്ട, നിങ്ങളൊന്നും നടത്തണ്ട എന്ന രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് വരാൻ പോകുന്നത്. പെൻഷൻ മുടങ്ങും, ശമ്പളം മുടങ്ങാം, വികസന പ്രവർത്തനങ്ങൾ മുടങ്ങാം, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പാതി വഴി എത്തിയതൊക്കെ വൈകാം. കാരണം മാർച്ച്, ഫെബ്രുവരി, ഫെബ്രുവരി, മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ തുക വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കപ്പെടുന്നത്. അവിടെ പോലും ഇങ്ങനെ അവസാന സമയത്ത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ 4ാം പാദത്തിൽ ആ അവസാന 3 മാസക്കാലത്ത് ഒരു സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കഴുത്തിൽ ഞെക്കിപ്പിടിക്കുക എന്ന് പറയുന്ന അവസ്ഥ എത്രയോ ക്രൂരമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഇവിടുത്തെ പ്രതിപക്ഷം എന്തേ മിണ്ടാത്തത്? എന്താ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കാര്യത്തിൽ പറയാനുള്ളത്? അവർക്കൊന്നും പറയാനില്ലേ? ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇതാണോ വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം.